ഇത്രയും മഹത്തായ ഒരു വേദിയിൽ നിങ്ങൾ സന്നിഹിതരായിട്ടുള്ള ഈ വേദിയിൽ നിങ്ങളെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. It's an honor for me to come here and be part of this function that commemorates the meeting of two giants. രണ്ട് മഹാപുരുഷന്മാരുടെ സംഗമത്തെ അനുസ്മരിക്കുന്നതിനും അത് ആഘോഷിക്കുന്നതിനും വേണ്ടിയുള്ള ഈ മഹത്തായ സമ്മേളനത്തിൽ വരാൻ സാധിച്ചത് എനിക്കൊരു ബഹുമാനമായിട്ട് ഞാൻ പരിഗണിക്കുകയാണ്. Sri Narayana Guruji and Mahatma Gandhi ji. Sri Narayana Guru, Mahatma Gandhi. And while the speeches were going on, I was sitting there thinking about what I should say. I started to wonder what the scene would have been like when Mahatma Gandhi and Narayana Guruji met. ഞാനിവിടെ നടന്ന പ്രസംഗങ്ങളൊക്കെ സാഗൂതം ശ്രദ്ധിക്കുകയായിരുന്നു. എത്രമാത്രം വശ്യമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരിക്കും ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നീ വേദിയിലിരുന്ന് ഞാൻ ഓർക്കാൻ ശ്രമിച്ചു. And I thought to myself, they must have met in a simple place. എങ്ങനെയായിരിക്കും അവരുടെ കൂടിക്കാഴ്ച എന്ന് ഊഹിച്ചപ്പോൾ അത് ലളിതമായിരിക്കും, സരളമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ലളിതമായ ഒരു സ്ഥലത്തായിരിക്കും തീർച്ചയായും ആ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടാവുക. Not a huge house, വലിയൊരു വീടായിരിക്കില്ല. not a lot of wealth, വലിയ സമ്പന്നരായിരിക്കില്ല അവിടെ സമ്മേളിച്ചിട്ടുള്ളത്. no fancy things in the room. അവിടെ എന്തെങ്കിലും വിനോദാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ആ മുറിയിൽ ഉണ്ടായിരിക്കില്ല. The room must have been quite simple. ആ മുറി പോലും വളരെ ലളിതവും സുന്ദരവുമായിരിക്കും. Then I thought, what would they have discussed? എന്തായിരിക്കും അവർ സംവദിച്ചിട്ടുണ്ടാവുക? And I realized a strange thing. I realized that it is very easy to understand what they must have discussed, even though this conversation took place 100 years back. 100 കൊല്ലം മുമ്പാണ് ഈ സംവാദം, ഈ സംഭാഷണം നടന്നതെങ്കിലും എന്താണ് അവർ ചർച്ച ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് ഊഹിക്കാനും മനസ്സിലാക്കാനും വളരെ എളുപ്പമാണ് എന്ന് എനിക്ക് തോന്നി. In fact, there is only one thing they could have discussed. അവർക്ക് ഒറ്റ കാര്യമേ ചർച്ച ചെയ്യാൻ ഉണ്ടാവുകയുള്ളൂ. Truth and non-violence. സത്യം, അഹിംസ. And whatever they said to each other would have been said in that frame. അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ രണ്ട് തത്വപ്രമാണങ്ങളുടെ ഒറ്റ ക്യാൻവാസിൽ, ഒറ്റ ചിത്രത്തിൽ ഒതുക്കാവുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു. And then I thought to myself, how strange. എത്ര വിചിത്രം. When giants meet, they are both humble. മഹാമേരുക്കൾ കൂടിക്കാഴ്ച നടത്തുന്നു, പക്ഷെ ആ കൂടിക്കാഴ്ചയിൽ അവർ വളരെ എളിയവരായിത്തീരുന്നു. And when small-minded people meet, there is so much ahankar, arrogance in the room. എന്നാൽ വളരെ ചെറിയ ആളുകൾ കൂടിക്കാഴ്ചക്ക് കൂട്ടിമുട്ടുമ്പോൾ ഇന്നുണ്ടാകുന്നത് വലിയ അഹങ്കാരവും വലിയ പ്രദർശനാത്മകതയുമാണ്. And then I thought, how strange. I am fighting for the Constitution of India. ഞാൻ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വേണ്ടിയാണ് പോരാടുന്നത്. Everybody says that it's a book. പലരും പറയുന്നു അത് കേവലം ഒരു പുസ്തകമാണെന്ന്. That India adopted after its independence struggle. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വീകരിച്ച കേവലം ഒരു പാഠപുസ്തകം പോലുള്ള ഒരു പുസ്തകമാണത് എന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. But right now, Swamiji gave me a book, biography of Narayana Guruji. പക്ഷെ അല്പം മുമ്പ് അഭിവന്ദനായ സച്ചിദാനന്ദ സ്വാമിജി എനിക്ക് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ജീവചരിത്രം സമ്മാനിച്ചു. And before that, Venugopal ji translated the prayer that Narayana Guruji made. അതിനു മുമ്പ് ശ്രീ വേണുഗോപാൽജി നാരായണ ഗുരുവിന്റെ ദൈവദശകം എന്ന പ്രാർത്ഥനാ വചനങ്ങൾ എനിക്ക് മൊഴിമാറ്റം ചെയ്തു തന്നു. So I was thinking, how strange that the values, the ideas of Narayana Guru are in the Constitution of India. അപ്പോഴാണ് എനിക്ക് വളരെ അത്ഭുതകരമായി, വിചിത്രമായി തോന്നുന്നത്,
എത്രമാത്രമാണ് നാരായണഗുരുവിന്റെ തത്വങ്ങൾ ഇന്ത്യയുടെ ഈ ഭരണഘടനയുടെ ഉള്ളടക്കത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്ന പരമാർത്ഥം. The Constitution says, love and respect the weak. Narayana Guruji said, love and respect the weak. ഭരണഘടന പറയുന്നു സ്നേഹിക്കുക, പരസ്പരം ആദരിക്കുക. നാരായണ ഗുരുവും ഉദ്ഘോഷിച്ചു സ്നേഹിക്കുക, പരസ്പരം ആദരിക്കുക. The Constitution says, do not crush those who are weaker than you. Give space to every single being. Narayana Guruji said that. ഭരണഘടന പറഞ്ഞു അവശരായിട്ടുള്ളവരെ, താഴേക്കിടയിലുള്ളവരെ അവഗണിക്കരുത്, അവരെ പരിഗണിക്കണം, അവരെ സഹായിക്കണം. ശ്രീനാരായണ ഗുരുവും അത് തന്നെ പറഞ്ഞു, അവശരെ പരിഗണിക്കണം, അവരെ ചേർത്ത് പിടിക്കണം. I opened the book and I read, 5 minutes I read a little story about mangoes being stolen from the ashram. ആശ്രമത്തിൽ നിന്ന് മാമ്പഴം മോഷ്ടിക്കപ്പെട്ട ഒരു സംഭവമാണ് ഈ പുസ്തകം തുറന്നു നോക്കിയപ്പോൾ ആദ്യമായിട്ട് എന്റെ കണ്ണിൽപ്പെട്ടത്. There were some mangoes in the ashram and somebody stole them. ആശ്രമത്തിൽ കുറച്ച് മാമ്പഴം ഉണ്ടായിരുന്നു, ആരോ അത് മോഷ്ടിച്ചു. Narayana Guruji was not at the ashram. നാരായണ ഗുരു ആശ്രമത്തിൽ ഉണ്ടായിരുന്നില്ല. And the disciples got very angry and called the police, and the police identified the thief. ശിഷ്യഗണങ്ങൾ അതിൽ വളരെ ഉത്കണ്ഠാകുലരായി, അവർ അതിൽ രോഷാകുലരായി, അവർ പോലീസിനെ അറിയിച്ചു. പോലീസ് മോഷ്ടാവിനെ പിടികൂടാൻ തയ്യാറായി. And the policeman was going to really brutalize the thief, be very violent towards the thief. മോഷ്ടാവിനോട് വളരെ പരുഷമായും വളരെ അക്രമപരമായും പെരുമാറാനും പോലീസുകാർ തുനിയുകയായിരുന്നു. And what did Narayana Guruji say? He said, I'm not going to come to the ashram. I'm not going to come back to the ashram. നാരായണ ഗുരു അതിനോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു, ഞാൻ ഇനി ആശ്രമത്തിലേക്ക് തിരിച്ചു വരുന്നില്ല എന്ന്. Because I do not accept violence being done to the thief. കാരണം മോഷ്ടാവിനോട് പോലും നടത്തുന്ന ഈ ഹിംസയെ എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ശ്രീനാരായണ ഗുരു അന്ന് പറയുകയുണ്ടായി. There must be a reason why he has stolen. അങ്ങനെ ആ മോഷ്ടാവ് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണും എന്നും ശ്രീനാരായണ ഗുരു പറയുകയുണ്ടായി. We can explain to him നമുക്ക് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാം his mistake, but why beat him or kill him? അദ്ദേഹത്തിന്റെ തെറ്റ് അദ്ദേഹത്തെ ധരിപ്പിക്കാമെന്നല്ലാതെ അദ്ദേഹത്തിന് എന്തിനെ ആക്രമിക്കണം, പ്രഹരിക്കണം എന്ന് ശ്രീനാരായണ ഗുരു ചോദിച്ചു. So the Constitution has forgiveness. Narayana Guruji has forgiveness. വിട്ടുവീഴ്ചയും മാപ്പ് നൽകലും ആണ് ഭരണഘടനയുടെ അന്തസത്തയെങ്കിൽ അത് തന്നെയല്ലേ ഗുരുദർശനത്തിന്റെയും അന്തസത്ത എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. In fact, I was thinking that even if Narayana Guruji and Mahatma Gandhiji had come, sat down in the same room and said nothing, they would understand each other. നാരായണ ഗുരുവും ശ്രീ മഹാത്മാഗാന്ധിയും അന്ന് ആശ്രമത്തിൽ വന്ന് പരസ്പരം കണ്ട് ഒന്നും പറയാതെ പരസ്പരം മിണ്ടാതെ മൗനികളായി തിരിച്ചു പോയിരുന്നുവെങ്കിലും ഇതേ കാര്യങ്ങൾ സംഭവിക്കുമായിരുന്നു, അവർക്ക് ഇതേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Because what they are discussing is the truth, and the truth is simple. There is nothing complicated about it. കാരണം അവർ ചർച്ച ചെയ്തത് സത്യത്തെക്കുറിച്ചാണ്. സത്യം സരള സുന്ദരമാണ്, അതിന് സങ്കീർണതകൾ വശമില്ല. And that's why I view the Constitution not as a book that was written post-independence, but a book that carries the wisdom of our country, of India. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്വാതന്ത്ര്യാനന്തരം എഴുതപ്പെട്ട ഒരു പുസ്തകം മാത്രമല്ല ഇന്ത്യയുടെ ഭരണഘടന, അത് ഇന്ത്യയുടെ മഹത്തായ തത്വങ്ങളുടെയും പ്രമാണങ്ങളുടെയും ശേഖരമാണ്, അതിന്റെ പ്രതീകമാണ്. അതാണ് ഭരണഘടനയെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. And in the prayer, Narayana Guruji says, take us away from darkness, take us towards knowledge. തമസ്സിൽ നിന്ന് ജ്യോതിസിലേക്ക്, പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്ന പ്രാർത്ഥനയാണ് നാരായണ ഗുരു ഉരുവിടുകയുണ്ടായത്. And today we see in our politics, we see in international relations, everybody is running towards darkness and away from knowledge. ഇന്ന് രാഷ്ട്രീയത്തിൽ മാത്രമല്ല രാജ്യാന്തരമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലും ആളുകൾ ഇരുട്ടിലേക്ക് കൂപ്പുകുത്തുന്നതും അതിലേക്ക് ഓടിച്ചെല്ലുന്നതുമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. There is no attempt to understand the other person. You just bomb and kill the other person. മറ്റുള്ളവനെ അവരനെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമവും ഇന്ന് നടക്കുന്നില്ല. അവരന്റെ മേൽ ബോംബ് വർഷിച്ച് അവനെ തകർക്കുകയല്ലാതെ അവനെ മനസ്സിലാക്കാനോ അവനെ ഉൾക്കൊള്ളാനോ ഉള്ള ഒരു ശ്രമവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. It is the same in our politics. അത് തന്നെ നമ്മുടെ രാഷ്ട്രീയത്തിലും നടക്കുന്നു. You don't agree with someone, so you attack that person, you're violent towards that person. ഒരു മനുഷ്യനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങളെയാളെ ആക്രമിക്കുന്നു, നിങ്ങളെയാൾക്കെതിരെ പകയോടുകൂടി പെരുമാറുകയും ചെയ്യുന്നു.
And really, this is what Narayana Guruji was against. ഇത് തന്നെയാണ് ശ്രീനാരായണ ഗുരു എതിർത്ത കാര്യങ്ങൾ എന്ന് നാം മനസ്സിലാക്കണം. And this is what Gandhiji fought and died for. ഇതിനു വേണ്ടിയാണ് ഗാന്ധിജി നിലകൊണ്ടതും ഗാന്ധിജി രക്തസാക്ഷിത്വം വരിച്ചതും എന്നും നാം മനസ്സിലാക്കണം. So if we are serious about Narayana Guruji and we are coming and speaking at this forum, then we should be serious about his ideas. നാം യഥാർത്ഥത്തിൽ നാരായണ ഗുരുവിനെയും മഹാത്മാഗാന്ധിയെയും ഗൗരവത്തിലെടുക്കുന്നുണ്ടോ? അവർ രണ്ടുപേരെയും നമ്മൾ ഗൗരവത്തിലെടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ തത്വങ്ങളും ജീവിത സിദ്ധാന്തങ്ങളും ദർശനങ്ങളും ശിരസാവഹിക്കാനും അതിനെ ഏറ്റെടുക്കാനും അതിനെ പ്രാവർത്തികമാക്കാനുമാണ് നാം യഥാർത്ഥത്തിൽ തയ്യാറാകേണ്ടത്. It is easy to come and put flowers in front of the statue of Narayana Guruji. നാരായണ ഗുരുവിന്റെ പ്രതിമയുടെ മുമ്പിൽ വന്ന് പുഷ്പാർച്ചന നടത്താൻ എളുപ്പമാണ്. Anybody can do it. ആർക്കും അത് ചെയ്യാനാവും. Question is, are you ready to follow the path that he followed? പക്ഷെ അടിസ്ഥാന പ്രശ്നം അതല്ല. ഗുരുവിന്റെ തത്വങ്ങളും ആ തത്വങ്ങൾ വിരിച്ച പാതയും സ്വീകരിക്കാനും അതിലൂടെ സഞ്ചരിക്കാനും നമ്മൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായി. Are you ready to be kind towards those that hate you? നിങ്ങളെ വെറുക്കുന്നവരോട് പോലും ദയ കാണിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? Are you forgiving? നിങ്ങൾ മാപ്പ് കൊടുക്കുമോ? Are you humble? നിങ്ങൾ വിനീതരാണോ? Do you listen to the pain of other people? നിങ്ങൾ മറ്റുള്ളവരുടെ വേദന ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സന്നദ്ധതയുണ്ടോ? Or are you only interested in your own perspective? അതോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാർത്ഥത്തിലും സ്വന്തമായ നിലപാടുകളിലും മാത്രമേ താല്പര്യമുള്ളൂ? അതാണ് ചോദ്യം. So for me, giants like Narayana Guru are a guide. Are a guide. എന്നെ സംബന്ധിച്ചിടത്തോളം മഹാമേരുക്കളായ നാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും എന്റെ വഴികാട്ടികളാണ് എന്നുള്ളതാണ് ഞാൻ അവരെ മനസ്സിലാക്കുന്നത്. They are teachers. അവർ അധ്യാപകരാണ്. They show us the direction in which we should move. അവർ നമ്മൾ ഏത് ദിശയിലേക്ക് പോകണമെന്ന് നമുക്ക് വഴി കാണിക്കുന്ന ഗുരുക്കന്മാരാണ്. Finally, I thought to myself, how strange. Mahatma Gandhi fought the most powerful empire in the world. ഞാൻ ആലോചിക്കുകയായിരുന്നു, എത്ര ശക്തമായിട്ടുള്ള ഒരു സാമ്രാജ്യത്തെയാണ് മഹാത്മാഗാന്ധി ചെറുത്ത് തോൽപ്പിക്കുകയുണ്ടായത്. He was inspired and he listened to people like Narayana Guru. He spoke to them. He understood what they were saying. നാരായണ ഗുരുവിനെ പോലുള്ള മഹത്തുക്കളോട് ഗാന്ധിജി സംസാരിച്ചു. അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്ര വലിയ പോരാട്ടത്തിനുള്ള ശക്തിയും ഊർജവും ഗാന്ധിജി സംഭരിക്കുകയുണ്ടായത്. So he was fighting the strongest system in the world. ലോകത്തിലെ ഏറ്റവും സുശക്തമായിട്ടുള്ള ഒരു ഘടനയെ, ഒരു സംവിധാനത്തെയാണ് ഗാന്ധിജി, ആ സംവിധാനത്തോടാണ് പോരാടിയത്. And no matter what that system did to Gandhiji, nothing happened to Gandhiji. ആ ക്രമം, ആ ഘടനാവിശേഷം മഹാത്മാഗാന്ധിയോട് എന്ത് ചെയ്തു എന്നുള്ളതല്ല പ്രശ്നം. അതൊന്നും ഗാന്ധിയെ ബാധിക്കുകയുണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനം. They could have beaten him, put him in jail. അവർക്ക് അദ്ദേഹത്തെ പ്രഹരിക്കാമായിരുന്നു, തടവറയിൽ അടക്കാമായിരുന്നു, maybe even killed him. Nothing would have happened. അവർ വിചാരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ വധിച്ചു കളയാൻ പോലും സാധിക്കുമായിരുന്നു. So then I thought to myself, there is a difference between force and power. അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശക്തിയും അധികാരവും തമ്മിലുള്ള അന്തരം. The British Empire had force. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത് അവരുടെ ശക്തി. But they had no power. പക്ഷെ അവർക്ക് അധികാരമുണ്ടായിരുന്നു, പക്ഷെ ധാർമ്മികമായിട്ടുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. Gandhiji had no force, but he had the truth and so he had power. ഗാന്ധിജിക്ക് അധികാരശക്തിയോ മേധാശക്തിയോ ഉണ്ടായിരുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് ധാർമ്മികമായ ശക്തി ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ. And the same way Narayana Guru ji had no strength. അതുപോലെ നാരായണ ഗുരുവിന്റെ കയ്യിൽ മേധാശക്തിയോ ആധിപത്യ ശക്തിയോ ഉണ്ടായിരുന്നില്ല. He did not have huge amounts of wealth. അദ്ദേഹത്തിന് ധാരാളം സമ്പത്തുണ്ടായിരുന്നില്ല. He did not drive in a fancy car. അദ്ദേഹം ഒരു വലിയ വിനോദം പോലുള്ള ആഘോഷിക്കപ്പെടുന്ന പോലുള്ള വാഹനങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നില്ല. But he was easily the most powerful man in Kerala. പക്ഷേ ആ കാലഘട്ടത്തിലെ ഏറ്റവും സുശക്തനായ മനുഷ്യൻ മഹാത്മാഗാന്ധിയായിരുന്നു എന്ന് നാം മനസ്സിലാക്കും. And imagine his power that today, 100 years later,
the entire political class of Kerala has come to commemorate him. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു നൂറ്റാണ്ട് പിന്നിട്ട ശേഷം ഇതാ ഈ വേദിയിൽ കേരളത്തിന്റെ രാഷ്ട്രീയ മേഖലയിലെ രാഷ്ട്രീയ വൃത്തത്തിലെ നേതാക്കൾ അഖിലം സമ്മേളിച്ചുകൊണ്ടാണ് ആ ഗാന്ധിജിയുടെയും നാരായണ ഗുരുവിന്റെയും കൂടിക്കാഴ്ചയെ ഓർക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇവിടെ And എത്തിച്ചേർന്നിട്ടുണ്ട്. there is a clear message to those that use violence, those that use hatred from Narayana Guruji and Mahatma Gandhi ji. ഹിംസയും രോഷവും വെച്ചു പുലർത്തുന്നവർ, അതുകൊണ്ട് നടക്കുന്നവർ തീർച്ചയായും ഗുരുവിൽ നിന്നും ഗാന്ധിജിയിൽ നിന്നും വലിയ പാഠങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. And that message is that there is nothing to be gained from it. There is only something to be lost from it. ആ പഠിക്കേണ്ട പാഠം ഇതാണ്: ഹിംസയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും ഒന്നും നേടാനില്ല, നഷ്ടപ്പെടുത്താനാണെങ്കിൽ ധാരാളമുണ്ട് താനും. The political fight in India is also very similar. ഇന്ത്യയിലെ രാഷ്ട്രീയ സമരവും ഇതുപോലെ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. On one side, there is truth, non-violence, humility. ഒരു ഭാഗത്ത് സത്യമുണ്ട്, സൗമ്യതയുണ്ട്, അഹിംസയുണ്ട്. And on the other side, there is anger, violence, hatred, and arrogance. മറുഭാഗത്ത് രോഷമുണ്ട്, ഹിംസയുണ്ട്, വൈരമുണ്ട്, വിദ്വേഷമുണ്ട്. Those with violence, those with anger might have force, but they have no power. രോഷമുള്ളവർക്ക്, വിദ്വേഷമുള്ളവർക്ക് പല രീതിയിലുള്ള ശക്തിയും അവരുടെ കയ്യിലുണ്ടായിരിക്കാം. പക്ഷേ അവർക്കൊരിക്കലും ഗാന്ധിജിയെ പോലുള്ളവർ കൈവശം വെച്ചിരുന്ന അധാർമികമായിട്ടുള്ള ശക്തിയോ ആന്തരികമായ ശക്തിയോ അവരുടെ കയ്യിലില്ല. Because the spirit of people like Narayana Guruji, the spirit of people like Mahatma Gandhi ji, and in fact, the spirit of India is fundamentally based on the idea of truth and non-violence. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നാരായണ ഗുരുവിന്റെ അകത്തുണ്ടായിരുന്ന ആന്തരിക ദീപ്തി അത് ഇന്ത്യയുടെ അന്തഃസത്തയുടെ ദീപ്തിയാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ പ്രമാണങ്ങളുടെ ശക്തിയാണ്, അതിന്റെ ചൈതന്യമാണ്. അത് തന്നെയാണ് ഈ മഹാന്മാരായ നേതാക്കന്മാരെയും രൂപകൽപ്പന ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. So for me, it is a great honor to come here, and I bow my head to both Narayana Guruji and Mahatma Gandhi ji for showing India and her people the correct direction to move towards. ഞാൻ ഇവിടെ വന്നതിൽ കൃതാർത്ഥനാണ്. ആ കൃതാർത്ഥത നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ രണ്ട് മഹാപുരുഷന്മാരുടെ മുമ്പിൽ എൻ്റെ ശിരസ് നമിക്കുകയാണ്. പ്രത്യേകിച്ച് മഹാത്മാഗാന്ധി, ഗാന്ധി നൽകിയ പോരാട്ടം ഗാന്ധിജിയാണ് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ നമുക്ക് വഴികാട്ടിയത് എന്നും ഞാൻ പ്രത്യേകം എൻ്റെ സഹോദരങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. I'd like to thank the organizers, thank Swamiji and everybody who has made this wonderful function a possibility. ഇത്രയും മഹത്തായ ഒരു ചടങ്ങ്, ഇത്രയും വിസ്മയകരമായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച